ശ്രീതു ജാസ്മിൻ തുടങ്ങിയവരുടെ പടയോട്ടം തന്നെയാണ് ഈ ഒരു നിമിഷം ശ്രദ്ധേയം. എവിടെ നിന്നാണ് ശ്രീതു ജാസ്മിൻ തുടങ്ങിയവർക്ക് ഇതിന് മാത്രം വോട്ട് നേടുന്നതെന്ന് അറിയത്തില്ല. ശ്രീതുവിന് തമിഴ് ആൾക്കാരുടെ വോട്ടാണെങ്കിൽ പോലും ജാസ്മിന്റെ കാര്യത്തിൽ പരിഗണനയാണ്. ഇത്രയും മോശം ഗെയിം കാഴ്ചവെക്കുന്നുണ്ടെങ്കിൽ പോലും ഫാൻസ് ജാസ്മിനെ കൈവിടുന്നതാണ് രാവിലത്തെ വോട്ടിംഗ് റിസൾട്ട് പരിശോധിക്കുമ്പോൾ നമുക്കറിയാൻ സാധിക്കുന്നത്. വ്യാഴാഴ്ച രാവിലെ 7:30 വരെയുള്ള വോട്ടിംഗ് റിസൾട്ടാണ് നമ്മൾ പുറത്തുവിടാൻ പോകുന്നത്. നിലവിൽ നോക്കുകയാണെങ്കിൽ ഒന്നാം സ്ഥാനത്ത് ശ്രീതുവിന്റെ മുന്നേറ്റം തന്നെയാണ് ഈ ഒരു നിമിഷം തുടരുന്നത്. 89,431 വോട്ടുമായിട്ട് നിൽക്കുമ്പോൾ രണ്ടാം സ്ഥാനത്ത് വീണ്ടും ബന്ധപ്പെട്ടിരിക്കുന്ന ഋഷിയാണ് 88,658 വോട്ടുമായിട്ട് നിൽക്കുമ്പോൾ മൂന്നാം സ്ഥാനത്ത് അപ്സരയുടെ മുന്നേറ്റം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. 87,114 വോട്ടുമായിട്ട് ഈ നിമിഷം അപ്സര വീണ്ടും ഒന്നാമതോ രണ്ടാമതോ എത്താൻ സാധിക്കുന്നതായിരിക്കും. നാലാം സ്ഥാനത്ത് വീണ്ടും പിന്തള്ളപ്പെട്ട് വരിക്കാൻ ജാസ്മിനെയാണ് കാണാൻ സാധിക്കുക. 86,315 വോട്ടുമായിട്ട് നേരിയ വ്യത്യാസത്തിൽ മാത്രമാണ് ജാസ്മിൻ പുറകെ നിൽക്കുമ്പോൾ അഞ്ചാം സ്ഥാനത്ത് വീണ്ടും സ്ഥിരതയാർന്ന പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഗബ്രിയെ തന്നെ നമുക്ക് ഈ ഒരു മണിക്കൂറിലും കാണാൻ സാധിക്കുന്നുണ്ട്. 84,762 വോട്ടുമായിട്ട് നിൽക്കുമ്പോൾ രാവിലെ വീണ്ടും തകർച്ചയിലോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന അൻസിബേനെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. 83,650 വോട്ടുമായിട്ട് നിൽക്കുമ്പോൾ നോറ നേരിയൊരു മുന്നേറ്റം കാഴ്ചവെച്ചിട്ടുണ്ട്. 82,963 വോട്ടുമായിട്ട് ഏഴാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ യമുന തകർച്ചയിൽ തന്നെയാണ് ഈ ഒരു നിമിഷം കാണാൻ സാധിക്കുന്നത്. എട്ടാം സ്ഥാനത്താണ് 75,339 വോട്ടാണ് യമുനയ്ക്ക് ഈ ഒരു നിമിഷം വരെ സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് യമുന അതോടൊപ്പം തന്നെ അൻസിബാൻ നോറ തുടങ്ങിയവരുടെ കാര്യത്തിൽ നിർണായകമായിരിക്കും ഈ ആഴ്ചത്തെ വോട്ടിംഗ് പലപ്പോഴും അവസാനിക്കുമ്പോൾ എന്തൊക്കെയാണ് കണ്ടു തന്നെ അറിയണം ആരായിരിക്കും ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസിന്റെ പടി ഇറങ്ങണമെന്ന്. അപ്പോൾ ഈ ആഴ്ച ആരായിരിക്കും വോട്ടിംഗ് വഴി പുറത്താകണമെന്നാണ് നിങ്ങൾ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത്? കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കിനും ഷെയർ ചെയ്യാനും ഏറ്റവും കൃത്യമുള്ള വോട്ടിംഗ് റിസൾട്ട് ആകും തന്നെ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക.